നിലമ്പൂരിൽ പോലീസ് വെടിവയ്പിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് നേതാക്കളുടെ മൃതദേഹം സംസ്കരിക്കപ്പെടുന്നതോടെ ഏറെ രാഷ്ട്രീയ ചർച്ചകൾക്ക് കാരണമായ വൻ വിവാദം കൂടിയാണ് മൺമറയുക. കഴിഞ്ഞ 25-ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയിട്ടും വ്യാജ ഏറ്റുമുട്ടൽ ആരോപണമുയർത്തി ബന്ധുക്കൾ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ റീപോസ്റ്റ്മോർട്ടം നടത്തണമെന്നുള്ള ആവശ്യം ഹൈക്കോടതി നിരാകരിച്ചതോടെ മനുഷ്യാവകാശ പ്രവർത്തകർക്കും ബന്ധുക്കൾക്കും മുന്നിൽ മറ്റു മാർഗമില്ലാതായി. മൃതദേഹങ്ങൾ കേരളത്തിൽ തന്നെ സംസ്കരിക്കാനാണ് നിലവിൽ തീരുമാനം. കേസിന്റെ അന്വേഷണ ചുമതലയുള്ള ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവർക്ക് അപേക്ഷ നൽകി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതോടെ മൃതദേഹങ്ങൾ ഇന്ന് തന്നെ വിട്ടുകിട്ടുമെന്നാണ് ബന്ധുക്കളുടെ പ്രതീക്ഷ. കൊല്ലപ്പെട്ട അജിതയുടെ മുൻ ഭർത്താവ് വിനായകനാണ് ഇവരുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ എത്തിയിരിക്കുന്നത്. அவங்க பொறுத்த வரைக்கும் என்னன்னா இப்போ கேரளா தண்டர் போலீஸ் சொல்கிற மாதிரி அவங்க ஆம்ஸ்டர்கள் இருந்தாங்க அப்படிங்கிறது என்னால் நம்ப முடியல. அவங்க எதுவும் வெப்பன்ஸ் யூஸ் பண்ணுற மாதிரி அவங்களோட ஃபிசிக்கல் கண்டிஷனும் கிடையாது. அவங்களுக்கு ஆல்ரெடி ஏற்கனவே ஒரு முறை ஆக்சிடென்ட் ஆகிருந்தது. அதன் பிறகு அவங்க அப்டாமல் வயிற்றில் ஸ்டொமக்கில் ஆப்ரேஷன் ஒன்று ஆகிருக்கு. ஹை பவரில் அவங்களுக்கு ப்ராப்ளம் இருக்குது. அப்படி இருக்கிற நபர் ஃபாரஸ்ட்டுக்குள்ளார எப்படி அவங்க ஃபைட் பண்ணியிருக்க முடியும் அப்படிங்கிற நிறைய டவுட் இருக்குது. அவங்க அதுக்கான பாசிബിലിറ്റീസ് ரொம்ப കമ്മി. ഔദ്യോഗികമായി വിവാഹം കഴിച്ചിട്ടില്ലാത്തതിനാൽ തന്നെ ബന്ധം വ്യക്തമാക്കുന്ന രേഖകൾ നൽകാൻ ഇയാൾക്ക് കഴിയണമെന്നില്ല. ഒരുമിച്ച് ജീവിക്കുന്നതിനിടെ അജിതയ്ക്ക് അപകടത്തിലുണ്ടായ പരിക്കുകളും ശസ്ത്രക്രിയയുടെ അടയാളങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് ഇയാൾ പോലീസിനെ സമീപിക്കുന്നത്. എന്നാൽ വ്യാജ ഏറ്റുമുട്ടൽ ആരോപണത്തിൽ നിന്ന് തങ്ങൾ പിന്മാറാൻ ഒരുക്കമല്ലെന്നും പോലീസിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും ബന്ധുക്കൾ പറയുന്നു. റിപ്പോർട്ടർ, കോഴിക്കോട്.